ധനം ഫിനാൻസിലേക്ക് കയറുമ്പോൾ മുകുന്ദൻ നകുലിനെ ഓർത്തു. ഉണ്ടായിരുന്ന ചായക്കട നഷ്ടത്തിലായി പൂട്ടി കടം കയറിയ സമയത്ത് പലിശയ്ക്ക് പണം എടുക്കാൻ എത്തിയതാണ് ഇവിടെ. അന്ന് അച്യുതൻ്റെ അളിയനും കൂട്ടുകാരനായ നകുലനും അച്യുതനൊപ്പമുണ്ടായിരുന്നു. തൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ നകുലൻ്റെ ഹോട്ടലിലേക്ക് വിളിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. പിന്നെ ഒരു 10 വർഷത്തോളം ആൾക്കൊപ്പമായിരുന്നു. ജീവിതം ഒന്ന് മെച്ചപ്പെട്ടപ്പോൾ നകുലൻ തന്നെയാണ് മുകുന്ദനെ കൊണ്ട് നാട്ടിൽ ചെറിയ തട്ടുകടൽ മോഡൽ ഒരു ടീ ഷോപ്പ് തുടങ്ങാൻ ഒക്കെ സഹായിച്ചത്. അകത്തേക്ക് ചെന്നോട്ടോ, സാറ് ഫ്രീ ആണ്, ഒരു സ്റ്റാഫ് വന്ന് പറഞ്ഞപ്പോൾ മുകുന്ദൻ അകത്തേക്ക് ചെന്നു. മുകുന്ദനോ, ഹോട്ടലെങ്ങനെ പോകുന്നു? ടീ ഷോപ്പ് മെച്ചപ്പെട്ടപ്പോൾ അത് പിന്നെ ഒരു ഹോട്ടലാക്കി മാറ്റിയിരുന്നു മുകുന്ദൻ. ദൈവം സഹായിച്ച് എല്ലാം നന്നായി പോകുന്നു, മുകുന്ദൻ അച്യുതന് നേരെയുള്ള സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ മാസം ആ വഴി പോയപ്പോൾ കയറിയിരുന്നു, താനുണ്ടായിരുന്നില്ല. ആണോ? മോൻ്റെ കല്യാണമായി, അതിൻ്റെ തിരക്കിലാണ്. ആ വിവരം പറഞ്ഞ് ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. പറയുന്നതിനൊപ്പം കയ്യിലെ കവറിൽ നിന്ന് ഒരു വെഡ്ഡിങ് കാർഡ് കൂടി എടുത്തു കൊടുത്തു മുകുന്ദൻ. ആഹാ, പിള്ളേരൊക്കെ വലുതായല്ലോ. അച്യുതൻ ആ കാർഡ് നിവർത്തി നോക്കിക്കൊണ്ട് വിശേഷങ്ങൾ തിരക്കി. ഞാൻ വേറൊരു കാര്യം കൂടി പറയണമെന്ന് വച്ചാ വന്നത്. ക്യാഷിൻ്റെ ആവശ്യം വല്ലതുമാണോ? തനിക്ക് ഞാൻ പലിശ ഇല്ലാതെ തരാം. നടത്തുന്നത് ഫിനാൻസ് ആണെങ്കിലും കണ്ണിൽ ചോരയും ബന്ധമുള്ള ആളാണ് ഞാൻ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ? അച്യുതനൊപ്പം മുകുന്ദനും ചിരിച്ചു. കാശിൻ്റെ ആവശ്യം വരാണേ ഞാൻ ഇവിടെ തന്നെ വരും. കാര്യം അതല്ല, ഞാൻ കല്യാണം വിളിക്കാൻ നടക്കുന്നതിനിടയിൽ നകുലൻ്റെ ഹോട്ടലിൽ കയറിയിരുന്നു. അവിടെ മൊത്തത്തിൽ ഒരു അഴകുഴയാണ്. നകുലൻ എങ്ങനെ കൊണ്ട് നടന്നതാ? കണ്ടപ്പോൾ വേദന തോന്നി. ജിതിൻമോൻ നല്ലോണം നോക്കുന്നതായിരുന്നല്ലോ. കണ്ടപ്പോൾ സഹിച്ചില്ല. ബാക്കി രണ്ടിടത്തും കൂടി ഞാൻ പോയി നോക്കിയിരുന്നു. അവിടെ വലിയ പ്രശ്നമില്ല. എന്നാലും നാഥനില്ല കളരി പോലെയാണ്. ബസ് സ്റ്റാൻഡിൻ്റെ അവിടത്തെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവിടെ അഴകുഴ മാത്രമല്ല, ഫുഡിലും പഴക്കം തോന്നി. ആളുകളുടെ ജീവൻ വച്ചുള്ള കളിയാവരുത്. അതുകൊണ്ടാണ് ഞാൻ അച്യുതേട്ടനെ നേരിട്ട് കണ്ട് പറയാൻ വന്നത്. അച്യുതൻ ആകെ അമ്പരന്ന് പോയി. ഇതുവരെയെല്ലാം നല്ലോണം പോവാണെന്നാണ് വിശ്വസിച്ചിരുന്നത് എന്നല്ല, അങ്ങനെയായിരുന്നു. ഹോട്ടലിൽ വരുന്ന ലാഭം അങ്ങനെയേ നിളയുടെയും നീലിമയുടെയും ജോയിൻ്റ് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ജിതിൻ എല്ലാം നോക്കിയും കണ്ടുമാണ് ചെയ്തിരുന്നത്. ആ മേഖലയിൽ പരിചയക്കുറവായതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള മാനേജറെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അച്യുതൻ്റെ ഒരു ശ്രദ്ധ നേരിട്ട് വേണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. അച്യുതൻ മിണ്ടാതിരിക്കുന്നത് കണ്ട് മുകുന്ദൻ പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല മുകുന്ദ. അവൻ നല്ലോണമാണ് എല്ലാം ചെയ്തിരുന്നത്. ഇപ്പോൾ കുറച്ചായി അവനെത്തിയ ടെൻഷനിലാണ്. നീലിമയുടെ ഡെലിവറി ആവാനായിട്ടുണ്ടേ. ആഹാ, അപ്പോൾ ഇനി അവനെക്കുറിച്ച് ഫ്രീ ആക്കി അച്യുതേട്ടൻ തന്നെ നോക്ക്. ആത്മാർത്ഥയുള്ള 2 സ്റ്റാഫിനെ വെച്ചാലും മതി. അന്നത്തിൻ്റെ മഹത്വം അറിയുന്നവരായാൽ അതിലവർ മായം ചേർക്കില്ല. മുകുന്ദൻ യാത്ര പറഞ്ഞ് പോയപ്പോൾ അച്യുതൻ വല്ലായ്മയുടെ ചെയറിലേക്ക് ചാഞ്ഞു. നകുലിനെയും അംബികയും ഓർക്കെ ആളുടെ ഉള്ളൊന്ന് പൊള്ളി. നിലയെ ഓർക്കെ ഉള്ളിൽ കനം വെച്ചു. എൻ്റെ കുഞ്ഞെ, നീ എവിടെയാ? വീട് വിട്ട് പോകാൻ മാത്രം എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? ആകെ താളം നിലച്ച തൻ്റെ വീടിനെക്കുറിച്ച് അയാൾ ഓർത്തു. നീലിമയ്ക്ക് വയ്യാന്ന് പറഞ്ഞു ഷീജ ഒന്ന് വിളിക്കുമ്പോൾ കൂടെ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അതൊരു സന്തോഷവാർത്തയായിരുന്നു. ജിതൻ മാത്രം ആകെ അസ്വസ്ഥനായിരുന്നു. ഈ കുഞ്ഞിനെ അവനിപ്പോൾ പ്രതീക്ഷിച്ചിരുന്നില്ലേ എന്ന് പോലും ചിന്തിച്ചു അവൻ്റെ നിൽപ്പും ഭാവവും കണ്ട്. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അവനെ ഒന്ന് സംസാരിച്ച് തിരുത്തണം എന്ന് കരുതിയാണ് വീട്ടിലേക്ക് വന്നത്. വീട്ടിലെത്തിയപ്പോൾ ആണ് നിള എങ്ങോ പോയെന്ന് അമ്മ പറയുന്നത്. ചോദിച്ചു പിടിച്ചു വന്നപ്പോൾ ജിതിനുമായി സംസാരം ഉണ്ടായി എന്ന് മാത്രം അവനും അമ്മയും സമ്മതിച്ചു. ആരെന്ത് ചോദിച്ചിട്ടും പറയാൻ അവർ തയ്യാറായില്ല. ജിതിനോട് സംസാരിച്ച് വഴക്കായി. അവസാനം കരഞ്ഞു വിളിച്ച് ബഹളം വെച്ച നീലിമയോട് മാത്രം അവനെന്തോ പറഞ്ഞു. അതോടെ നീലിമ BP കൂടി ഹോസ്പിറ്റലായി. തിരക്കാനുള്ളിടത്തെല്ലാം നിലയെ തിരക്കിയിരുന്നു. പോലീസിൽ പറയാൻ അമ്മ സമ്മതിച്ചില്ല. എൻ്റെ കുഞ്ഞ് അത്രയും നൊന്താ പോയത്. ഒന്ന് ശാന്തമാകുമ്പോൾ അവൾ തിരിച്ചു വരും, ആ ഉറപ്പ് അമ്മയ്ക്കുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾ ആകെ ഷോക്കായ പോലെയായിരുന്നു നീലിമ. പിന്നെ സ്കൂളിൽ നിന്ന് അവൾ ലോങ് ലീവ് എടുത്തു. അമ്മ റൂമിൽ നിന്ന് ഇറങ്ങാതായി. ജിതിൻ ആർക്കും മുഖം തരാതെ തോന്നുമ്പോൾ വരും പോകലുമായി. കാര്യങ്ങൾ ഒന്നും അറിയാതെ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്നത് താനും ഷീജയും മാത്രമാണെന്ന് അച്യുതൻ തോന്നി. നീലിമയ്ക്ക് വാക്ക് കൊടുത്ത പോലെ തന്നെ അന്ന് വൈകിട്ട് ജിതിൻ നേരത്തെ വീട്ടിലെത്തി. ജിതിൻ അകത്തേക്ക് കയറി ചെന്നും അച്യുതൻ കുറച്ച് ഉച്ചത്തിൽ തന്നെ അവനെ വിളിച്ചു. നില പോയതിൽ പിന്നെ അച്ഛൻ്റെയും മോൻ്റെയും ഇടയിൽ സംസാരം പാടെ നിലച്ചിരുന്നു. ജിതിൻ കാരണമാണ് നില പോയതെന്ന് അറിഞ്ഞ നിമിഷം അവളെ കൊണ്ടല്ലാതെ തിരിച്ചു ഈ വീട്ടിലേക്ക് കയറരുതെന്ന് പറയണമെന്ന് വിചാരിച്ചെങ്കിലും നീലിമയുടെ അവസ്ഥ മോശമായതുകൊണ്ട് മാത്രം അച്യുതൻ അവനുമായി കൂടുതൽ പ്രശ്നത്തിൽ നിന്നില്ല.
പക്ഷേ അതിനുശേഷം ഇരുവരും മുഖത്തോട് വരുന്ന അവസരങ്ങൾ പോലും ഇല്ലാതാക്കിയെന്നുള്ളതാണ്. അച്ഛൻ്റെ വിളിയിൽ ജിതിൻ വാതിക്കൽ തന്നെ പിടിച്ചു കെട്ടിയപ്പോൾ നിന്നു. നീ ഇപ്പോൾ ഹോട്ടലിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ജിതിനൊന്നും മിണ്ടിയില്ല. ഹോട്ടലിലെ മാത്രമല്ല, ഓഫീസിലും ഉഴപ്പാണ്. വാണിംഗ് പലതും കിട്ടിക്കഴിഞ്ഞു. അതൊന്നും ആരോടും പറയാൻ വയ്യ. നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത്. അച്യുതൻ്റെ ഉറക്കെയുള്ള ശബ്ദം കേട്ട് ഷീജയും അമ്മയും വരെ ഹാളിലേക്ക് വന്നു. ഞാൻ നാളെ പോകാം. വേണമെന്നില്ല. ഇനി മുതൽ ഞാൻ നോക്കിക്കോളാം. നശിപ്പിക്കാനല്ല നിന്നെ ഏൽപ്പിച്ചത്. എൻ്റെ നകുലിൻ്റെ എത്ര നാളത്തെ കഷ്ടപ്പാടാണ് ആ 3 ഹോട്ടലെന്നറിയോ? അംബിക ഏൽപ്പിച്ചു പോയതല്ലേ എല്ലാവരെയും എല്ലാം. എന്നിട്ട് അമ്മയെ കൂടി നോക്കിയാണ് അച്യുതൻ പറഞ്ഞത്. നിലയ്ക്ക് എന്താ പറ്റിയതെന്നറിഞ്ഞിട്ടും അമ്മ അത് തുറന്നു പറയാതെയുള്ള ദേഷ്യമാണ് അച്യുതന്. മകൻ്റെ വാക്കുകൾ ആ അമ്മയെ വേദനിപ്പിച്ചു. ശരിയാണ്, മരണക്കിടക്കയിൽ നിന്ന് 2 മക്കളെയും എന്നെ ഏൽപ്പിച്ച് അവൾ പോയത്. ഇന്ന് ആ 2 മക്കളും സങ്കടത്തിലാണ്. നീലിമ പിന്നെ കൺമുന്നിലുണ്ട്. നീള പക്ഷേ മനസ്സൊന്ന് ശരിയാകുന്നവരെ മാറി നിൽക്കാം. അമ്മമ്മ വിഷമിക്കണ്ട, ഞാൻ തിരിച്ചു വരും. ഇവിടുന്ന് പോയതിൻ്റെ പിറ്റേന്ന് എണ്ണിയെടുത്തുപോലെ കുറച്ച് വാക്കുകൾ ഫോണിലൂടെ തന്നു പോയവളാണ്. എവിടെയോ എന്തോ. അച്ചമ്മ വിഷമിക്കണ്ട, നില എവിടെയാണ് ഉള്ളതെന്ന് എനിക്കറിയാം. ഞാൻ പോയി കൊണ്ടുവരാം. ഷീജയുടെ കയ്യിൽ പിടിച്ച് നിറഞ്ഞ കണ്ണോടെ നിൽക്കുന്ന അച്ചമ്മയെ കണ്ട് ജിതിൻ പറഞ്ഞു. എവിടെയാ മോനെ? ഞങ്ങൾ പോയി വിളിക്കാം, ഷീജ പെട്ടെന്ന് പറഞ്ഞു. ജിതിനുമായി പിണങ്ങിയല്ലേ പോയത്. അപ്പോൾ അവൻ വിളിച്ചാൽ വരാതിരിക്കുമോ എന്ന ചിന്തയായിരുന്നു അവർക്ക്. ദുബായിലാണ് അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ. നീ ചെന്നാൽ നിള വരോ? അച്യുതൊന്ന് ശ്വാസം നീട്ടിവിട്ട് സോഫയിലേക്ക് ഇരുന്ന് കൊണ്ട് തിരക്കി. ഞാൻ ചെന്നാലേ വരൂ, ജിതിൻ ഉറപ്പോടെ പറഞ്ഞു. എത്രയും വേഗം വേണം. നീലിമ മോളുടെ ഡെലിവറിക്ക് മുന്നേ തന്നെ. വാതിക്കൽ തൂങ്ങി നിൽക്കുന്ന നീലിമയെ നോക്കിയാണ് അച്യുതൻ പറഞ്ഞത്. ജിതിൻ മറുപടിയൊന്നും പറയാതെ നീലിമയുടെ തോളിൽ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ച് മുറിയിലേക്ക് നടന്നു. അമ്മമ്മയും തെല്ലൊരാശ്വാസത്തോടെ തിരിഞ്ഞു നടന്നു. എനിക്കിന്നും വിശ്വസിക്കാൻ പറ്റണില്ല. ജിതിനും നിളയ്ക്കുമിടയിൽ വഴക്കോ, അതും ഇങ്ങനെ മാറി നിൽക്കാൻ വിധം. എന്തു തന്നെയായാലും അവർ പരസ്പരം പറഞ്ഞു തീർക്കട്ടെ. ഉള്ളിലെ കനം ഒന്നയഞ്ഞ ആശ്വാസത്തോടെ അദ്ദേഹം സോഫയിലേക്ക് ചാഞ്ഞു. തുടരും. സ്നേഹത്തോടെ, അഭിനവി.